അകലെ നമുക്ക് ഇതേ കാസ്റ്റിൽ കാണാം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. തന്നെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഡെസ്റ്റിനേഷൻ കാണാൻ, ഒരു പ്ലേസ് കാണാനായിട്ട് നമ്മൾ വരുന്ന കേട്ടോ. ശരിക്കും നമ്മൾ നടന്നു വരുമ്പോഴത്തേനും നമുക്ക് ഈ വഴി പിടിച്ചങ്ങ് മേളിലേക്ക് ഒറ്റയടിക്ക് കയറിപ്പോകണം. പിന്നെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ തെന്നി വീഴുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെ വള്ളിയാവും. അതുകൊണ്ട് നമ്മൾ നേരെ ഈ റോട്ടിൽ കൂടെ തന്നെ ഒരു ശകലം പയ്യെ നടന്നുകൊണ്ടേലും വിടാന്നോർത്ത് അങ്ങനെ അങ്ങ് വെച്ച് പിടിപ്പിക്കുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ കൂപ്പിൻ്റെ അടുത്തോടെയൊക്കെ നടക്കണ ആ ഒരു സെറ്റപ്പ് ഇതിൽ നടക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഏതാണ്ട് ഈ പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ കാണാനൊക്കെ പറ്റുള്ളൂ എന്നാണ് തോന്നണേ. പിന്നെ നമുക്കിവിടെ ഒരു അമ്മച്ചീനെ ഗൈഡായിട്ട് കിട്ടി. പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഇതേ താഴത്തുനിന്നാണ് നമ്മൾ കയറി നൈസായിട്ടൊരു കുന്ന് കയറി ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാസ്റ്റിൽ അങ്ങനെ പണിതെങ്കിലും പുള്ളിക്കാരിക്ക് അവർക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറ്റിയില്ല, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സീൻ കാരണം. പ്രകൃതി സ്നേഹിയാണ് പുള്ളിക്കാരിയുടെ നല്ല കിടിലൻ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ നമ്മളിവിടെ നിന്ന് പയ്യെ വീട്ടിലേക്ക് തെറിച്ചു. വീട്ടിൽ നമുക്ക് നല്ല ചാള വറുത്തത് ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ട്. അതും കൂട്ടി ഒരു ചോറൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങിരുന്നു.